അഡീഷണൽ DGയാണ് രണ്ടുപേരും. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകളിൽ 5 മുതൽ 9 വരെ ക്ലാസ്സുകളിലെ കുട്ടികളിൽ 2025-26 അധ്യയന വർഷം വാർഷിക പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് ലഭിക്കാത്ത കുട്ടികൾക്കുള്ള പഠന പിന്തുണാ പരിപാടി ഏപ്രിൽ മാസം 20 ആരംഭിച്ച് 27 പൂർത്തിയാക്കിയിട്ടുണ്ട്. വളരെ ഉയർന്ന അന്തരീക്ഷ താപനില ഉള്ളതിനാൽ പഠന പിന്തുണാ ക്ലാസുകൾ രാവിലെ 7:30 മുതൽ 10:30 വരെയാണ് പരിമിതപ്പെടുത്തിയിട്ടുള്ളത്. ഈ സമയത്ത് എല്ലാവിധ സുരക്ഷാ മുൻകരുതലുകളും ഉറപ്പാക്കിയാണ് ക്ലാസുകൾ നടത്തിയിരുന്നത്. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ജില്ലകളായ പാലക്കാട്, കൊല്ലം എന്നീ ജില്ലകളിൽ ഓൺലൈൻ ക്ലാസുകളാണ് നടത്തിയത്. പഠന പിന്തുണയുടെ അടിസ്ഥാനത്തിലുള്ള പുനർമൂല്യനിർണ്ണയം ഏപ്രിൽ മാസം 28, 29, 30 തീയതികളിൽ നടത്തും. മെയ് 2-ന് പ്രൊമോഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ് സംസ്ഥാന സിലബസിലുള്ള അൺഎയ്ഡഡ് പ്രൈമറി, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ മധ്യവേനൽ അവധിക്കാലത്ത് സ്പെഷ്യൽ ക്ലാസുകൾ നടത്തരുതെന്ന നിർദ്ദേശം കർശനമായി പാലിക്കേണ്ടതാണ്. 2025-26 അധ്യയന വർഷം 5 മുതൽ 9 വരെ ക്ലാസുകൾ നടപ്പിലാക്കിയ അധിക പഠന പിന്തുണയുടെ അടിസ്ഥാനത്തിലുള്ള പുനർമൂല്യനിർണ്ണയം സംബന്ധിച്ച് ചുവടെ പറയുന്ന തുടർ നിർദ്ദേശങ്ങൾ ഇനി പറയുന്നു. പഠന പിന്തുണ ക്ലാസുകളുടെ ഭാഗമായുള്ള വിലയിരുത്തൽ പരീക്ഷയുടെ സ്കോറും സമയവും ആകെ സ്കോറിന്റെയും സമയത്തിന്റെയും പകുതിയായി നിജപ്പെടുത്താവുന്നതാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന ചോദ്യപേപ്പറുകളിൽ ആവശ്യമായ അനുരൂപീകരണം വിദ്യാലയ തലത്തിൽ വരുത്തി പുനഃപരീക്ഷ നടത്താവുന്നതാണ്. കന്നഡ, തമിഴ് മീഡിയം ചോദ്യപേപ്പർ സ്കൂൾ തലത്തിൽ തയ്യാറാക്കേണ്ടതാണ്. അധ്യാപകർ അവരുടെ വിഷയത്തിൽ നൽകിയ പഠന പിന്തുണയ്ക്ക് അനുസൃതമായി ചോദ്യപേപ്പറുകളിൽ അനുരൂപീകരണം നടത്തേണ്ടതാണ്. ഉഷ്ണതരംഗം മൂലം പഠന പിന്തുണ ക്ലാസുകൾ നൽകാൻ കഴിയാത്ത ജില്ലകളിൽ പിന്തുടർന്ന രീതി അനുസരിച്ച് പ്രൊമോഷൻ നൽകേണ്ടതും സ്കൂൾ തുറന്നതിന് ശേഷം ആവശ്യമായ ബ്രിഡ്ജിംഗ് നൽകേണ്ടതുമാണ്. വിദ്യാർത്ഥികളുടെ പുനഃപരീക്ഷാ സ്കോറുകൾ സമ്പൂർണ്ണ പ്ലസിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. പുനഃപരീക്ഷയും ഉത്തരക്കടലാസിന്റെ മൂല്യനിർണ്ണയം കൃത്യതയോടെ സമയബന്ധിതമായി എല്ലാ വിദ്യാലയങ്ങളും പൂർത്തീകരിക്കുന്നുവെന്ന് വിദ്യാഭ്യാസ ഓഫീസർമാർ ഉറപ്പുവരുത്തേണ്ടതാണ്. വാർഷിക പുനർമൂല്യനിർണ്ണയം സമയവിവര പട്ടിക UPHS ഏപ്രിൽ മാസം 28 ക്ലാസ് 5 മലയാളം, അറബിക്, സംസ്കൃതം, തമിഴ്, കന്നഡ, ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ്. ക്ലാസ് 6 28-ാം തീയതി മലയാളം, അറബിക്, സംസ്കൃതം, തമിഴ്, കന്നഡ, ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ്. ക്ലാസ് 7 മലയാളം, അറബിക്, സംസ്കൃതം, തമിഴ്, കന്നഡ, ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ്. ക്ലാസ് 8 ഒന്നാം ഭാഷ പേപ്പർ 1 ഇംഗ്ലീഷ്, ഹിന്ദി. ക്ലാസ് 9 ഒന്നാം ഭാഷ പേപ്പർ 1 ഇംഗ്ലീഷ്, ഹിന്ദി. ഒന്നാം ഭാഷ പേപ്പർ 2. ഏപ്രിൽ മാസം 29-ാം തീയതി ക്ലാസ് 5 ഗണിതം, അടിസ്ഥാന ശാസ്ത്രം. ക്ലാസ് 6 ഗണിതം, അടിസ്ഥാന ശാസ്ത്രം. ക്ലാസ് 7 ഗണിതം, അടിസ്ഥാന ശാസ്ത്രം. ക്ലാസ് 8 ഗണിതം, അടിസ്ഥാന ശാസ്ത്രം. ക്ലാസ് 9 ഗണിതം, കെമിസ്ട്രി, ബയോളജി. ഏപ്രിൽ മാസം 30-ാം തീയതി ക്ലാസ് 5 സാമൂഹ്യശാസ്ത്രം, മലയാളം. ക്ലാസ് 6 സാമൂഹ്യശാസ്ത്രം, മലയാളം. ക്ലാസ് 7 സാമൂഹ്യശാസ്ത്രം, മലയാളം. ക്ലാസ് 8 സാമൂഹ്യശാസ്ത്രം ഒന്നാം ഭാഷാ പേപ്പർ. ക്ലാസ് 9 സാമൂഹ്യശാസ്ത്രം, ഫിസിക്സ്. മെയ് 15-നാണ് SSLC പരീക്ഷാഫലം. SSLC പരീക്ഷാഫലം കഴിഞ്ഞാൽ ഉടൻ തന്നെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കും.
മെയ് അവസാനത്തോടുകൂടി അതിന്റെ ഫലവും പ്രസിദ്ധീകരിക്കും. ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ ഉടൻ തന്നെ SSLC സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും ആരംഭിക്കുന്നതാണ്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫല പ്രഖ്യാപനം മെയ് 22. രണ്ടാം വർഷ ഇംപ്രൂവ്മെന്റ് ഫലം മെയ് 8-നും ഒന്നാം വർഷ പരീക്ഷാഫലം ജൂൺ 10-നും പ്രഖ്യാപിക്കും. രണ്ടാം വർഷ ഇംപ്രൂവ്മെന്റ് ഫലം മെയ് 8-നും ഒന്നാം വർഷ പരീക്ഷാഫലം ജൂൺ 10-നും പ്രഖ്യാപിക്കും. നമ്മുടെ പരീക്ഷാ ഡ്യൂട്ടികളിൽ വളരെ ഗുരുതരമായിട്ടുള്ള അസുഖമൊക്കെ ബാധിച്ചിട്ടുള്ള അധ്യാപകർക്ക് യാത്ര ചെയ്യാനൊക്കെ അസൗകര്യം ഉണ്ടെങ്കിൽ അവരെ മാത്രം ഒഴിവാക്കുക നിലപാട് നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാൽ ഇത്രയധികം പേപ്പറുകൾ നോക്കി തീർന്ന് കൃത്യസമയത്ത് പരീക്ഷ ഫലം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി കഴിയുള്ളൂ. തൻ്റെ അധ്യാപക ജോലിയുടെ ഭാഗമാണ് പരീക്ഷാ പേപ്പർ നോക്കുന്ന ജോലി എന്ന് പറയുന്നത്. പിന്നെ ഓരോ പേപ്പറിനും മൂല്യനിർണ്ണയത്തിന് നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലം കൊടുക്കുന്നുമുണ്ട്. നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലം കൊടുക്കുന്നുണ്ട്. എന്നാൽ പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ പല കാരണങ്ങൾ പറഞ്ഞ് പങ്കെടുക്കാത്ത 2000-ലധികം പറഞ്ഞ അധ്യാപകരുണ്ട്. ഇത് ഒരു അക്കാഡമിക് സ്പിരിറ്റ് ഇല്ല എന്നുള്ളതാണ്. അക്കാഡമിക് ആയിട്ട് നമുക്കിത് അംഗീകരിക്കാൻ വേണ്ടി പറ്റും. അത് പിന്നെ കർശനമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടതായി വരും. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ടെൻഷന്റെ കാര്യങ്ങളൊന്നുമില്ല. ഇത് വളരെ അത്യാവശ്യ രക്ഷകർത്താക്കൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളായതാണ് ഇത് പറയാൻ പറ്റുന്ന കാരണം. തടസ്സപ്പെട്ടിട്ടുണ്ട്. ബഹിഷ്കരിച്ച് തടസ്സപ്പെടുത്തുവാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനം വരെ നടത്തിയിട്ടുമില്ല. പത്രങ്ങളുടെ കൂടെ ഒരു പ്രസ്താവന കൊടുത്തിട്ടല്ലാതെ മറ്റ് അവിടെ തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു വേറെ കാര്യങ്ങളും ചെയ്തിട്ടില്ല. എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ വർഷം തുടങ്ങിയല്ലോ, ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷമാണല്ലോ ഇത് തീരുമാനിച്ച് തുടങ്ങിയത്. അതിൻ്റെ ഒരു ഗുണം കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൻ്റെ ഗുണം എത്രമാത്രം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ റിസൾട്ട് കിട്ടണമെങ്കിൽ ഇത് നടത്തിയാലും അങ്ങനെ ഏതെങ്കിലും സ്കൂളിൽ പർട്ടിക്കുലർ സ്കൂൾ ഉണ്ടെങ്കിൽ പരിശോധിക്കും. കുഴപ്പമില്ല. അത് ഞാനിത് മൊത്തം റിപ്പോർട്ട് വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. അതൊരു ഗ്യാപ്പില്ലാതെ കഴിഞ്ഞ വർഷത്തെ മുൻവർഷം ചെയ്ത പോലെ തന്നെ ഗ്യാപ്പില്ലാതെ അഡ്മിഷന്റെ തൊട്ട് മുമ്പായിട്ട് ഈ 352 താൽക്കാലിക ബാച്ച് നമ്മൾ കഴിഞ്ഞ 4 വർഷമായിട്ട് കൊടുത്തുകൊണ്ട് ഈ വർഷം ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. പെരുമാറ്റക്കാരെ നോക്കുന്നതുകൊണ്ട് നടക്കുന്ന തടസ്സമുണ്ടോ? അത് പുതിയൊരു കാര്യമല്ല. കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മുടെ കുട്ടികളുടെ പരീക്ഷ ഇലക്ഷന്റെ സാധാരണ നമ്മൾ ഡിക്ലറേഷൻ ഒന്നും അല്ലല്ലോ, പൊളിറ്റിക്കൽ ഡിക്ലറേഷൻ ഒന്നും അല്ലല്ലോ. കുട്ടികളുടെ പരീക്ഷ ഫലപ്രഖ്യാപനം
അതിനിപ്പോ പിന്നെ 4-ാം തീയതി കഴിഞ്ഞിട്ട് ഗവൺമെന്റ് വരുമല്ലോ. ഈ ഗവൺമെന്റ് വന്ന് തീരുമാനം എടുക്കാനുള്ള സാവകാശം അത് ആ സാവകാശത്തിന് കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ലെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കുറച്ച് കാര്യങ്ങളിൽ ഇടപെട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഈ പുതിയ അധ്യയന വർഷം വരികയാണ്. അപ്പം 6 വയസ്സ് നിർബന്ധമാക്കാൻ അടുത്ത വർഷം മുതൽ പോവാണ്. അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ്? ഈ ഒരു വർഷക്കാലത്തേക്ക് വിദ്യാർത്ഥികൾ വെറുതെ ഇരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. അതെല്ലാം ഒരു പുതിയ കാര്യങ്ങളുടെ പ്രഖ്യാപനമാണ്. ഇലക്ഷന്റെ 4-ാം തീയതി വരെ കഴിയട്ടെ. 4-ാം തീയതി കഴിഞ്ഞ ശേഷം ആലോചിക്കണം. പുതിയ മന്ത്രിയാണ് പ്രഖ്യാപിക്കേണ്ടത്. വേറെ ഒന്നുമില്ലെങ്കിൽ അവസാനിപ്പിക്കാം. ആയിക്കോട്ടെ.